ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്താണെന്നല്ലേ, നിങ്ങൾ തംബ്നെയിലിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും പെട്ടുപോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് അല്ലേ. എസ്പെഷ്യലി മലയാളം അറിയാത്ത ചില ആളുകൾ നമ്മുടെ മുൻപിൽ, സ്പെഷ്യലി ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലൊന്ന് വഴി പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ വല്ലാതെ കഷ്ടപ്പാട് കഴിക്കാറുണ്ട് ഇല്ലേ. നമ്മൾ പല സിനിമകളിലും ഇത്തരം ക്ലിപ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പടച്ചവനെ, തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. അതായത് ചർച്ച ഇങ്ങനെ നേരെ പോയിട്ട് ആ വളവ് തിരിയുമ്പോ അവിടെ ചർച്ച്. ഓക്കെ, വട്ടി എന്റെ അപ്പന്, സോറി ഇംഗ്ലീഷ് പറഞ്ഞുതരാം. ആക്ച്വലി നേരെ പോയിട്ട് വളഞ്ഞ് വളഞ്ഞ് അവിടെ ചർച്ച. ഓക്കെ, ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു. ചില സമയങ്ങളിൽ ഇതുപോലെ നമ്മൾ പെട്ടുപോകും അല്ലേ. നമ്മൾ പല സമയത്തും പെട്ടുപോകും. ഇംഗ്ലീഷുകാരൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊന്ന് തിരിച്ച് മറുപടി പറയാം. നമ്മൾ മലയാളത്തിൽ തന്നെ സായിബ് ദിസ് വേ ദാറ്റ് ഗോ യു ഗോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ പല പണികളൊക്കെ പറഞ്ഞ് അവസാനം സായിപ്പ് ചിരിച്ചിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഞാൻ എങ്ങനെയെങ്കിലും ഗൂഗിൾ മാപ്പിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ പോവും. അപ്പൊ എങ്ങനെയാണ് ഒരാൾ വഴി ചോദിച്ചാൽ ഇംഗ്ലീഷിൽ നമുക്ക് സജഷൻസ് കൊടുക്കുക, ഇംഗ്ലീഷിൽ എങ്ങനെ ഡിറക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു ഡിറക്ഷനിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ ഇതാണ് ഗോ സ്ട്രെയിറ്റ് ഓൺ. ഓക്കെ, ഗോ സ്ട്രെയിറ്റ് ഓൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ് ഇതിലെ അങ്ങ് മുന്നോട്ട് പൊക്കോ അല്ലേ, ആ വഴി അങ്ങ് മുന്നോട്ട് പൊക്കോ, ആ വഴി അങ്ങ് നേരെ പൊക്കോ എന്ന് നമ്മൾ പറയില്ലേ. അതിന് പറയുന്നതാണ് എന്ത്, ഗോ സ്ട്രെയിറ്റ് ഓൺ. ഓക്കെ, ഗോ സ്ട്രെയിറ്റ് ഓൺ. ഓക്കെ, അപ്പൊ മുന്നോട്ട് പൊക്കോ, ഈ വഴി തന്നെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ നേരെ അങ്ങ് പോയാൽ മതി എന്നൊക്കെ നമ്മൾ പറയില്ലേ. നേരെ അങ്ങ് പോയാൽ മതി എന്ന് നമ്മൾ പറയും. ഓക്കെ, അതിനുപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് യൂസേജ് ആണ് എന്ത്, ഗോ സ്ട്രെയിറ്റ് ഓൺ. ഗോ സ്ട്രെയിറ്റ് ഓൺ. ഓക്കെ, അപ്പൊ നമുക്കിനി രണ്ടാമത്തെ ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തേതാണ് ഇറ്റ് ഈസ് ദിസ് വേ. ഓക്കെ, ഇറ്റ് ഈസ് ദിസ് വേ. ഓക്കെ, അപ്പൊ ആരെങ്കിലും വന്നിട്ട് ചോദിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഇതാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയണം ഇറ്റ് ഈസ് ദിസ് വേ. ഓക്കെ, ഇറ്റ് ഈസ് ദിസ് വേ. ഇതിലങ്ങ് പോയാൽ മതി കേട്ടോ, ഈ വഴിക്ക് അങ്ങ് പോയാൽ മതി. ഇറ്റ് ഈസ് ദിസ് വേ. ഈ സെയിം വഴി കൂടെ പോകണ്ടേ, ഇതിലേ തന്നെയാണ് പോകണ്ടേ എന്ന് പറയാണ്. എങ്ങനെയാണ്, ഇറ്റ് ഈസ് ദിസ് വേ. ഓക്കെ, ഇറ്റ് ഈസ് ദിസ് വേ. അല്ലെങ്കിൽ നമ്മൾ പറയാണ് ഇനി ഈ വഴിയല്ല ആ വഴിക്കാ പോകണ്ടേ കേട്ടോ എന്ന് പറയാണ്. എങ്ങനെയാ, it is that way. Okay, it is that way. Okay, it is that way. ഇപ്പം നമ്മളെടുത്ത് ചോദിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് ഇതാണോ? No, it is that way. Okay, ഇതിലല്ല കേട്ടോ, അതിലേ വേണം പോകാനായിട്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദാറ്റ് വേ എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് ദാറ്റ് വേ. നാലാമത്തെ ഇതാണ് ഗോ അണ്ടർ ദ ബ്രിഡ്ജ്. ഓക്കെ, നമുക്ക് പറയണം പാലത്തിന്റെ അടിയിൽ കൂടെ പോകണം കേട്ടോ. ഓക്കെ, പാലത്തിന്റെ അടിയിൽ കൂടെ പൊക്കോട്ടോ എന്ന് പറയൂല്ലേ. നമ്മൾ പാലത്തിന്റെ അടിയിൽ കൂടെ പൊക്കോട്ടോ എന്ന് പറയും. അതിനെങ്ങനെയാണ് നമുക്ക് പറയാം, go under the bridge. Okay, go under the bridge. Okay, okay, അപ്പം നമ്മുടെ അടുത്ത് ചോദിക്കണം ഫ്ലവർ ഷോപ്പ് എവിടെയാണ്, just go under the bridge. Okay, ആ പാലത്തിന്റെ താഴെ കൂടെ പോയാൽ മതി. ഇനി പാലത്തിന്റെ മുകളിൽ കൂടെ പോയാൽ മതി എന്ന് എങ്ങനെ പറയാം, go over the bridge. എങ്ങനെ പറയാം, go over the bridge. Okay, പാലത്തിന്റെ മുകളിൽ കൂടെ പോകണം കേട്ടോ എന്ന് പറയണം നമ്മൾ. എങ്ങനെ, go over the bridge. Okay, അപ്പൊ നിങ്ങൾക്ക് അവിടെ എത്താമെന്നാണ് നമ്മൾ പറയുന്നത്. go over the bridge. Okay, പാലത്തിന്റെ മുകളിൽ കൂടെ പോവൂ, go over the bridge. ഇപ്പൊ ചില ആളുകൾ നമ്മളുടെ അടുത്ത് ബാങ്കിന്റെ ATM സെന്റർ ചോദിച്ചിട്ട് വരാമെന്ന് വിചാരിക്കും. അപ്പോൾ ഓൾറെഡി ATM സെന്റർ ഒക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളിങ് വന്നിരിക്കുന്നത്. നമുക്കറിയാം അതിന് മുൻപായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് പറയാം പ്ലീസ് ഗോ ബാക്ക്. ഓക്കെ, പ്ലീസ് ഗോ ബാക്ക് എന്ന് പറയാം നമുക്ക് അല്ലേ. ഗോ ബാക്ക്, പുറകോട്ട് പൊക്കോളൂ, പുറകോട്ട് പൊക്കോളൂ, അവിടെ ATM സെന്റർ ഉണ്ട് കേട്ടോ എന്ന് പറയാണ്. എങ്ങനെയാണ്, പുറകോട്ട് പൊക്കോളൂ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിറക്ഷൻ വേർഡാണ് എന്ത്, ഗോ ബാക്ക്. ഓക്കെ, ഗോ ബാക്ക്. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് എന്ത്, ഗോ ബാക്ക്. ഓക്കെ, പിറകെ പൊക്കോളൂ, പിറകോട്ട് പൊക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ATM സെന്റർ കാണാം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഗോ ബാക്ക്. അടുത്തതാണ് നമ്മൾ സ്ഥിരം നമ്മൾ പറയുന്ന സാധനമാണ് വലത്തോട്ട് തിരിയണോട്ടാ, ഇടത്തോട്ട് തിരിയണോട്ടാ, അല്ലെ നേരെ പോണോട്ടോ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, എങ്ങനെയാ ഇതൊക്കെ ഇംഗ്ലീഷ് പറയാം? ഓക്കെ, വലത്തോട്ട് തിരിയാനായിട്ട് എങ്ങനെയാ നമ്മൾ പറയാം, ടേൺ റൈറ്റ്. ഓക്കെ, എങ്ങനെ പറയാം, ടേൺ റൈറ്റ്. ഓക്കെ, ടേൺ റൈറ്റ്. ഓക്കെ, നമ്മൾ പറയാണ് അവിടെ നിന്ന് അങ്ങ് വലത്തോട്ട് തിരിഞ്ഞാൽ മതി കേട്ടോ, ജസ്റ്റ് ടേൺ റൈറ്റ്. ഓക്കെ, ടേൺ റൈറ്റ്. അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി എന്ന് എങ്ങനെയാ പറയാ, ടേൺ ലെഫ്റ്റ്. ഓക്കെ, എങ്ങനെയാ പറയാ, ടേൺ ലെഫ്റ്റ്. ഓക്കെ, ഇടത്തോട്ട് തിരിഞ്ഞോളൂ, ടേൺ ലെഫ്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം മുന്നോട്ട് പൊക്കോളൂ എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ഇത് ചോദിക്കണം എവിടെയാ കല്യാണ മണ്ഡപം, മുന്നോട്ട് പോയാൽ മതി എന്ന് നമ്മൾ പറയല്ലേ, മുന്നോട്ട് പോയാൽ മതി എന്ന് പറയും. എങ്ങനെയാ പറയാ, ഗോ അലോങ്. ഓക്കെ, ഗോ അലോങ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഗോ സ്ട്രെയിറ്റ് എന്ന് പറയാം. ഓക്കെ, രണ്ട് രീതിയിൽ പറയാം. ഒന്ന് നമുക്ക് പറയാം ഇങ്ങനെ go along. Okay, go along. അല്ലെങ്കിൽ നമുക്ക് പറയാം go straight. Okay,
go straight. Okay, അപ്പോൾ രണ്ട് രീതിയിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഏകദേശം ഐഡിയ ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പറയാം turn right എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം turn left എന്ന് പറയാം, അല്ലെങ്കിൽ പറയാം go along അല്ലെങ്കിൽ go straight. ഓക്കെ, അപ്പൊ ഏകദേശം നമുക്ക് ഒരു പിടിവള്ളി കിട്ടി തുടങ്ങി അല്ലെ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത യൂസേജിലേക്ക് പോവാം. വലതുവശത്തുള്ള ആദ്യത്തെ വഴിക്ക് തിരിയണം കേട്ടോ എന്ന് പറയും ഇല്ലേ? നമ്മളിങ്ങനെ ചില റോഡുകൾ 2, 3, 4 റോഡ്സ് ഒക്കെ ഉണ്ടാവും വലതുവശത്തേക്ക് ഇടതുവശത്തേക്ക് തിരിയാനായിട്ട്. അപ്പൊ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണെന്ത്? വലതുവശത്തേക്കുള്ള ആദ്യത്തെ അല്ലെങ്കിൽ വലതുവശത്തുള്ള ആദ്യത്തെ റോഡിലേക്ക് തിരിയണം. ഓക്കെ, അതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാം? ടേക്ക് ദ ഫസ്റ്റ് റോഡ് ഓൺ ദ റൈറ്റ്. വലതുവശത്തുള്ള ആദ്യത്തെ റോഡിലേക്ക് തിരിഞ്ഞോളൂ. ടേക്ക് ദ ഫസ്റ്റ് റോഡ് ഓൺ ദ റൈറ്റ്. ഓക്കെ, എങ്ങനെയാ പറയാ? ടേക്ക് ദ ഫസ്റ്റ് റോഡ് ഓൺ ദ റൈറ്റ്. ഓക്കെ, ഇനി ഇടതുവശത്തുള്ള രണ്ടാമത്തെ റോഡിലേക്ക് തിരിഞ്ഞോളൂ എന്ന് എങ്ങനെയാ പറയാ? ടേക്ക് ദ സെക്കൻഡ് റോഡ് ഓൺ ദ ലെഫ്റ്റ്. ഓക്കെ, എങ്ങനെയാ പറയാ? ടേക്ക് ദ സെക്കൻഡ് റോഡ് ഓൺ ദ ലെഫ്റ്റ്. ഓക്കെ, ഇടതുവശത്തുള്ള രണ്ടാമത്തെ റോഡിലേക്ക് തിരിഞ്ഞോളൂ. എങ്ങനെയാ പറയാ? ടേക്ക് ദ സെക്കൻഡ് റോഡ് ഓൺ ദ ലെഫ്റ്റ്. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കി കേട്ടോ. ടേക്ക് ദ സെക്കൻഡ് റോഡ് ഓൺ ദ ലെഫ്റ്റ്. ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ അടുത്ത് ബേക്കറി ഉണ്ടോ? അപ്പൊ നമ്മൾ പറയാണ് ഇവിടെ അടുത്തുണ്ട് എന്ന് പറയും അല്ലെ? ഇവിടെ അടുത്തുണ്ട് എന്ന് പറയും. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഇറ്റ്സ് ജസ്റ്റ് അറൗണ്ട് ദ കോർണർ. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് അറൗണ്ട് ദ കോർണർ. ഓക്കെ, അറൗണ്ട് ദ കോർണർ എന്നാണ് നമ്മൾ മേജറായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അറൗണ്ട് ദ കോർണർ. ഓക്കെ, ഇറ്റ് ഈസ് അറൗണ്ട് ദ കോർണർ. ഓക്കെ, ഇറ്റ് ഈസ് അറൗണ്ട് ദ കോർണർ. അതെ, ഈ അടുത്തുണ്ട് കേട്ടോ, അതെ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് നമ്മൾ പറയും. ഇറ്റ്സ് അറൗണ്ട് ദ കോർണർ. ഓക്കെ, ഇവിടെ അടുത്തുണ്ട് എന്ന് പറയും. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അടുത്തുണ്ടോ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവിടെ അടുത്തുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു അങ്ങനെ ഇറ്റ്സ് അറൗണ്ട് ദ കോർണർ എന്ന്. ഓക്കെ, ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് ചോദിക്കും ഇവിടെ അടുത്ത് മൊബൈൽ ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ഈ സ്ട്രീറ്റിന്റെ എൻഡിൽ അവസാനത്തിൽ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ പറയാണ് ഇറ്റ്സ് അറ്റ് ദി എൻഡ്. ഓക്കെ, ഇറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ട്രീറ്റ്. ഓക്കെ, ഇറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ട്രീറ്റ്. ഓക്കെ, അറ്റ് ദി എൻഡ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. അറ്റ് ദി എൻഡ്. ഓക്കെ, ഒരു സ്ട്രീറ്റിന്റെ അവസാനത്തിൽ, അല്ലെങ്കിൽ ഇറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി റോഡ്. ഓക്കെ, റോഡിന്റെ അവസാനത്തിലുണ്ട് എന്ന് നമ്മൾ പറയാണ്. ഓക്കെ, ഇറ്റ് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി റോഡ്. ഓക്കെ, അത് ഈ റോഡിന്റെ അവസാനത്തിലുണ്ട് കേട്ടോ എന്ന് പറയാണ്. അറ്റ് ദി എൻഡ് ഏതാ ഉപയോഗിക്കുക? അപ്പൊ ഒരു റോഡിന്റെ ഒരു സ്ട്രീറ്റിന്റെ ഒക്കെ അവസാനത്തിലാണ് ഒരു സംഗതി എങ്കിൽ നമുക്ക് പറയാം അറ്റ് ദി എൻഡ്. ഓക്കെ, ചില ആളുകൾ വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും ഇന്ന ടെമ്പിൾ അല്ലെങ്കിൽ ഇന്ന ചേർച്ച് ഒക്കെ എവിടെയാ എന്ന് ചോദിക്കും. അപ്പൊ നമുക്കറിയാം ഒരു 3 കിലോമീറ്ററിനുള്ളിൽ ഈ സംഗതി ഉണ്ട്. അപ്പൊ നമ്മൾ പറയും ഇവിടെ ഒരു 3 കിലോമീറ്റർ കൂടി ഓടിച്ചാൽ മതി കേട്ടോ, ഒരു 3 കിലോമീറ്റർ പോയാൽ നമുക്കിത് കാണാം എന്ന് പറയും അല്ലേ? ഓക്കെ, അതെങ്ങനെയാ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഡ്രൈവ് ഫോർ 3 kilometers. ഓക്കെ, ഡ്രൈവ് ഫോർ 3 kilometers. ഓക്കെ, 3 കിലോമീറ്ററും കൂടി വണ്ടി ഓടിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തെത്തും. ഓക്കെ, ഡ്രൈവ് ഫോർ 3 kilometers. ഓക്കെ, ഡ്രൈവ് ഫോർ 3 kilometers. ഓക്കെ, 3 കിലോമീറ്ററും കൂടി വണ്ടി ഓടിക്കൂ, നിങ്ങൾ അവിടെ എത്തും. എങ്ങനെയാ പറയാ? ഡ്രൈവ് ഫോർ 3 kilometers. ഇനി ചിലർ നമ്മുടെ അടുത്ത് ചോദിക്കും സ്കൂൾ എവിടെയാ, സ്കൂൾ എവിടെയാ, സ്കൂൾ ഇവിടെ അടുത്ത് എവിടെയാ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാണ് അത് പള്ളിയുടെ മുൻപിലാണ്, പള്ളിയുടെ മുൻപിലാണ്. ഓക്കെ, ഇന്ന പള്ളിയുടെ മുൻപിലാണ്, അല്ലെങ്കിൽ ഇന്ന ഷോപ്പിന്റെ മുൻപിലാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിന്റെ മുൻപിലാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു യൂസേജ് ആണ് ഇൻ ഫ്രണ്ട് ഓഫ്. ഓക്കെ, എന്താ പറയാ? ഇൻ ഫ്രണ്ട് ഓഫ്, ഇൻ ഫ്രണ്ട് ഓഫ്. ഓക്കെ, ഒന്നിന്റെ മുൻപിൽ എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണെന്ത്? ഇൻ ഫ്രണ്ട് ഓഫ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് the school is in front of the church. Okay, the school is in front of the church. Okay, സ്കൂള് പള്ളിയുടെ മുൻപിലാണ്. ഓക്കെ, എങ്ങനെ പറയാം? the school is in front of the church. ഓക്കെ, അപ്പോൾ പള്ളിയുടെ മുൻപിലാണ് എന്ന് കാണിക്കാനാണ് നമ്മൾ എന്തെന്ന് ഉപയോഗിക്കുക? in front of. ഓക്കെ, ഇനി ചില സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ആ സ്ഥലത്തേക്ക് ഒട്ടും പരിചിതമല്ലാത്തവരായിരിക്കും. ഓക്കെ, നമ്മൾ ചിലപ്പോൾ അവിടെ പുതിയതായിരിക്കും. ഇപ്പൊ ചില ആളുകൾ വന്ന് വഴി ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും, ഒറ്റയടിക്ക് പറയും, ഞാൻ ഇവിടുത്തുകാരനല്ല കേട്ടാ, എനിക്ക് അറിയില്ല കേട്ടാ, എനിക്ക് ഈ വഴി ഒരു പരിചയവും ഇല്ല കേട്ടാ, ഞാൻ ഇവിടെ പുതിയതാട്ടാ എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ? അതൊക്കെ എങ്ങനെയാ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഓക്കെ, നമ്മളൊരു 3 എക്സ്പ്രഷൻസ് ആണ് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് പഠിച്ചു വയ്ക്കാം. കാരണം ഇനി നമുക്ക് പരിചിതമല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു അപരിചിതം വന്നിട്ട് നമ്മളോട് വഴി ചോദിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ അങ്ങ് വെച്ച് കലക്കാതെ. അപ്പോൾ ആ 3 കൂടെ ഒന്ന് എഴുതിയെടുത്തു, പഠിച്ചു. ഒന്നാമത്തെയാണ് നമ്മൾ സ്ഥിരം പറയാറുള്ളത്, അയ്യോ സോറി കേട്ടാ, ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ ഇവിടെ നിന്നുള്ള ആളല്ല എന്ന് പറയും അല്ലേ? എങ്ങനെ പറയാം? ഐ എം സോറി, ഐ എം നോട്ട് ഫ്രം ഹിയർ. ഓക്കെ, എങ്ങനെ പറയാം? ഐ എം സോറി, ഐ എം നോട്ട് ഫ്രം ഹിയർ. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്നുകൂടി പറഞ്ഞേ, ഐ എം സോറി, ഐ എം നോട്ട് ഫ്രം ഹിയർ. ഓക്കെ, ദയവായി ക്ഷമിക്കണോട്ടോ, ഞാൻ ഇവിടെ നിന്നല്ല എന്ന് പറയാണ്. രണ്ടാമത്തെയാണ് ദയവായി ക്ഷമിക്കണോട്ടോ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. സഹായിക്കാൻ പറ്റാത്തത് നമ്മൾ അവിടുത്തുകാരനല്ലാത്തത് കൊണ്ടാണ്. അത് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഐ എം അഫ്രൈഡ് ഐ കാൻ ഹെൽപ്പ് യു. ഓക്കെ, ഐ എം അഫ്രൈഡ്
ഐ കാൻ ഹെൽപ്പ് യു. ഓക്കെ, അപ്പം നിങ്ങൾ അവിടുത്തുകാരനല്ല, നിങ്ങൾക്ക് ആ വഴികളൊന്നും പരിചയമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലത്തെക്കുറിച്ച് അറിയില്ല, ആ ഷോപ്പിനെ കുറിച്ച് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് പറയാം I'm afraid I can't help you. Okay, I'm afraid I can't help you. ഇനി ചില സമയത്ത് നമ്മൾ തന്നെ നട്ടം തിരിഞ്ഞിട്ടായിരിക്കും നിൽക്കണത്. നമുക്ക് തന്നെ എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടുത്തം കിട്ടാണ്ട് നിൽക്കുമ്പോഴായിരിക്കും ചില ആളുകൾ വന്നിട്ട് ചോദിക്കുക SBIയുടെ ബാങ്ക് എവിടെയാ, ഇവിടേക്ക് എങ്ങനെയൊക്കെയാ പോവാ എന്നൊക്കെ ചോദിക്കുക. അപ്പം നമ്മൾ പറയും എൻ്റെ പൊന്നു സുഹൃത്ത്, എനിക്ക് തന്നെ ഒരു പിടുത്തം കിട്ടാണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കണേ എന്ന് പറയും. ഓക്കെ, എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ പറയാം? സോറി I don't know my way around here. Okay, sorry, I don't know my way around here. ക്ഷമിക്കണോട്ടാ, എനിക്ക് തന്നെ ഒരു വഴിയും പിടുത്തവും കിട്ടാണ്ടാണ് ഞാൻ നിൽക്കണത്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സോറി ഐ ഡോണ്ട് നോ മൈ വേ അറൗണ്ട് ഹിയർ. ഓക്കെ, ഇവിടെ നടക്കാനായിട്ട് എനിക്ക് തന്നെ വഴി അറിയില്ല. അപ്പം എങ്ങനെയാ സുഹൃത്തെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നാണ് നമ്മൾ ചോദിക്കുക. സോറി ഐ ഡോണ്ട് നോ മൈ വേ അറൗണ്ട് ഹിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് യൂസേജസ് ആണ് ഇന്ന് പഠിച്ച 15ഓളം യൂസേജസും ഒരു 3 റെസ്പോൺസും ആണ് നമ്മൾ ഇന്ന് ശരിക്കും പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഒന്നും തീരില്ല കേട്ടോ. ഡിറക്ഷൻസ് കൊടുക്കുന്നതിന് ഇനിയും ഒത്തിരി ഡയറക്ഷൻസുകളുണ്ട്, ഇനിയും ഒത്തിരി യൂസേജസ് ഉണ്ട് ഡിറക്ഷൻ കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് അത്തരം കാര്യങ്ങൾ അടുത്തൊരു പാർട്ടായിട്ട്, ഇതിനൊരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഒരുമിച്ച് പഠിച്ചാൽ ചിലപ്പോൾ തലേ കയറില്ലെന്നേ, നമുക്ക് ഘട്ടമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ യൂസേജസ് ഒക്കെ പഠിച്ചു, എന്നിട്ട് നാളെ തുടങ്ങി അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങിക്കോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, it's bye from Linton.